നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. വെജിറ്റബിൾ കുറുമയാണ്. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ഈ നൊയമ്പ് കാലത്ത് നമുക്ക് ഡിന്നറിനും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പാൻ നല്ലതായിട്ട് ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. നമുക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും ചേർക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇല്ലായിരുന്നു, അപ്പം കറുവാപ്പട്ടയുടെ ഞാൻ കുറച്ച് പൊടി ചേർത്തേക്കുന്നത്. പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഈ മസാലകളൊന്ന് മൂത്ത ശേഷം നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോളയാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കണം. അതുപോലെ ഇതൊരു 3 പച്ചമുളകാണ്, അത് ചേർക്കാം. അതുപോലെ ഇത് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതാണ്, ഇതും ചേർക്കാം. ഒരു 10 നട്ട്സും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കശകശ, വെള്ള കശകശയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയത് വേണം, ഒരു 4 ടേബിൾ സ്പൂൺ. നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വൈറ്റ് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ബീൻസ്, നിങ്ങൾക്ക് ഗ്രീൻ പീസും അതുപോലെ ചൗചവും കൂടിയും ചേർക്കാവുന്നതാണ്. ഇത് കുറച്ച് ഈ വെജിറ്റബിൾസ്, ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോ, ബീൻസ്, ഗ്രീൻ പീസ്, അതുപോലെ ചൗചവ്, ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്താണ് വേവിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഒത്തിരി വെന്തങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. പ്രഷർ കുക്കറിൽ വയ്ക്കുമ്പം ഒരു 2 വിസിലടിച്ചിട്ട് ആവിയെല്ലാം പോയി കഴിയുമ്പം, സ്റ്റീമൊക്കെ പോയി കഴിയുമ്പം നമ്മൾ തുറന്നാൽ മതി. അപ്പം ഇത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. സവോള വഴന്നിട്ടുണ്ട്. മസാല നമ്മൾ ചേർത്തു. പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ചേർത്തതാണിത്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതൊരു 3 തക്കാളി ഒരേപോലെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതാണ്. ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. ഇളക്കി മൂപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച വൈറ്റ് പേസ്റ്റ്, അതായത് നട്ട്സും വെള്ള കശകശയും തേങ്ങ ചിരവിയതും വെള്ളവും കൂടി ചേർത്ത് അരച്ചതാണിത്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർക്കണം. ഇതൊരു 1/4 കപ്പ് തൈരാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും ചേർക്കണം. ഇതൊരു ശരവണ ഭവൻ സ്റ്റൈലിലുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ തൈരാണ് ഇതിൻ്റെ ഉള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. പാലും തൈരും ഒക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയോടെ ചേർക്കാം. ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ കറി നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പാർത്താം.
ഞാനിന്ന് തയ്യാറാക്കിയത് വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ഇത് ശരവണഭവൻ സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാലും അതുപോലെ തൈരും ഒക്കെ ചേർക്കുന്നുണ്ട്. ഈ നൊയമ്പ് കാലത്ത് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നാൻ പൊറോട്ടയുടെ ഒക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.